തൃശൂർ മേയർ എം.കെ. വർഗീസ് പടിയിറങ്ങി. UDF വിജയത്തിന്റെ സുനാമിയിലാണ് ഭരണം നഷ്ടമായതെന്നും തൃശൂരിൽ മികച്ച വികസനം നടന്നുവെന്നും മേയർ പറഞ്ഞു. ഈ മാസം 26-ന് പുതിയ മേയറെ തിരഞ്ഞെടുക്കും. വിവാദങ്ങൾ ഏറെ കണ്ട 5 വർഷം. കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം.കെ. വർഗീസിന്റെ പിന്തുണ നിർണായകമായതോടെയാണ് കൂടെ കൂട്ടി ഇടതുപക്ഷം ഭരണം പിടിച്ചത്. സുരേഷ് ഗോപിയെ പുകഴ്ത്തിയും ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയും തൃശൂർ മേയർ വാർത്തകളിൽ നിറഞ്ഞു. വികസനം കുറഞ്ഞതുകൊണ്ടല്ല ഭരണം നഷ്ടമായതെന്നും ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നുവെന്നും മേയർ. ഒരിക്കലും തന്നെ 5 വർഷം കഴിഞ്ഞാൽ ഭരണമാറ്റം ഇവിടെ ഉണ്ടാകാറുണ്ട്. കാലങ്ങളായിട്ട് ഇത് നടപ്പുള്ളതാണ്. അതിനകത്തെ ഇടതുപക്ഷമാണ് 2 വർഷം നിന്നത്. അപ്പോൾ ഒരു 3-ാമത്തെ വർഷം കേരളത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആയിക്കൊണ്ട് ഇനി പുതിയ ആൾക്കാർ വരട്ടെ, ഇനി അവരുടെ കൂടി കേൾക്കട്ടെ, അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അതിന്റെ പേരിലായിരിക്കാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ജില്ലയിൽ എവിടെയെങ്കിലും എം.കെ. വർഗീസ് മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമാണ്. എന്നാൽ അതിന് മറുപടി പറയേണ്ട സമയം ഇതല്ല എന്ന് എം.കെ. വർഗീസ്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക. അതായത് ഒരു 5 കൊല്ലത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വിരമിക്കുകയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് നമ്മളോട് പറയും. ഇപ്പോഴല്ല. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇനി ഇത്ര സമയം കിടക്കുന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിലാണ് മേയർ മടങ്ങിയത്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.